തുടരും എന്ന സിനിമ കണ്ട എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ആ സിനിമ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന പുരക്കയത്തെ ഉരുൾപൊട്ടൽ സീൻ എന്ന് പറയുന്നത്. ശരിക്കും തുടരും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ് ഈ ഉരുൾപൊട്ടൽ സീൻ ആ സിനിമയിൽ ഉണ്ടാകും എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും എല്ലാവരും ഞെട്ടിത്തിരിച്ചിരുന്നൊരു സംഭവമാണ് ആ സീൻ ആ സിനിമയിൽ കാണിച്ചപ്പോൾ തന്നെ. അത് കാണിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി സിനിമയിലൊരു ഒരു ത്രില്ലിംഗ് എലമെൻ്റ് ഉണ്ട് എന്നുള്ളത്. നമ്മൾ ഒരു സിനിമ കണ്ടിറങ്ങിയ ഒരു ആസ്വാദകനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടാവും, അയാളുടേതായ ഒരു സ്റ്റോറി ആ സിനിമയിൽ തന്നെ ഉണ്ടാവും. ഈ സിനിമ കഥ അങ്ങനെയായിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഇങ്ങനെയായിരുന്നെങ്കിലോ എന്നുള്ളതാണ്. അത് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ഇപ്പോൾ വീഡിയോയിൽ സ്പോയിലർ ഉണ്ടാവും. സിനിമ കാണാത്ത ആരും ഇത് കാണരുത്. സിനിമ കാണാത്ത ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ആരെങ്കിലും കാണാത്തവരായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണരുത്, സ്പോയിലർ ഉണ്ടാവും. നമുക്കറിയാം, ആദ്യം തന്നെ പുരക്കയത്തെ ഉരുൾപൊട്ടൽ സീക്വൻസ് കാണിക്കുന്നു. അതിനുശേഷം കഥാനായകനായ ബെൻസ് എന്ന് വിളിക്കുന്ന ഷൺമുഖത്തിൻ്റെ ഫാമിലിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. അപ്പോൾ അതൊരു ഫീൽ ഗുഡ് എലമെൻ്റ് ആയിട്ട് അങ്ങനെ പോകുന്നു. അതിനുശേഷമാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ കാറ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കഞ്ചാവ് കേസിൽ ഈ കാറ് അകത്താവുന്നു. കാറ് റിപ്പയർ ചെയ്യാൻ കൊടുത്ത ഗാരേജിലെ തൊഴിലാളി മിസ്സിംഗ് ആവുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ഷൺമുഖം ആ കാറ് എടുക്കാൻ വേണ്ടിയിട്ട്, ആ കാറിനുള്ളൊരു ആത്മബന്ധം അത്ര ഉള്ള ആളാണ്, പോലീസുകാരെ സമീപിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ തുടരും സിനിമയുടെ കഥ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് കാണുമ്പോഴും പ്രേക്ഷകൻ്റെ മനസ്സിൽ ആദ്യം കാണിച്ച ഉരുൾപൊട്ടൽ സീൻ എവിടെയായിരുന്നു, അതിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്, അതെന്തിനായിരുന്നു, ഈ ഷൺമുഖത്തിൻ്റെ കുടുംബം അതിൽ പെട്ടുപോകുമോ എന്നുള്ള സംശയങ്ങളൊക്കെ നമ്മൾ ഈ സിനിമയ്ക്കിടയിൽ നമ്മുടെ ബ്രെയിനിൽ നമ്മൾ ഉപഭോഗ മനസ്സിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരു കണക്കിന് നോക്കിയാൽ അതൊരു സിനിമയുടെ വിജയമാണ്. കാരണം ഈ ഒരു പോയിന്റ് നിലനിർത്തിക്കൊണ്ട് സിനിമ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് സംവിധായകനും തിരക്കഥാകൃത്തും വിജയിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അപ്പോൾ ബെൻസിൻ്റെ കാറിൽ ജോർജ് സാറും ബെന്നി സാറും കൂടി കല്യാണത്തിന് പോയതിന് ശേഷം അവിടെ നിന്ന് എസ്റ്റേറ്റിലേക്ക് പോകുന്നു. അവിടെ ചെന്നതിന് ശേഷം അവിടെ നിന്ന് വീണ്ടും കാടിനുള്ളിലേക്ക് ഒരു അമ്പലത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇവിടുന്ന് എന്താണ് സംഭവിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിന് പോകുന്ന ജോർജ് സാറ് അവിടെ നിന്നും വണ്ടി വിട്ടുകൊടുക്കുന്നില്ല, ബെൻസിനെയും വിടുന്നില്ല. അവിടെ നിന്ന് അടുത്ത ടാസ്ക്കായ എസ്റ്റേറ്റിലേക്ക് പോകാമെന്ന് പറയുന്നു. അപ്പോൾ ജോർജ് സാറിൻ്റെ മട്ടും ഭാവമൊക്കെ മാറുന്നു. അവിടെ നിന്ന് ജോർജ് സാറ് കഥ പറയുന്നു, നേരെ അമ്പലത്തിലേക്ക് പോകാമെന്ന് പറയുന്നു, കാടിനുള്ളിലേക്ക്. അപ്പോൾ ഇങ്ങനെയാണ് തുടരും സിനിമയുടെ കഥ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഓൾറെഡി പുരക്കയത്തെ ഉരുൾപൊട്ടൽ സീൻ കാണിച്ചത് കൊണ്ട് ഓൾറെഡി കാടിനകത്തോട്ട് പോകും എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. എല്ലാവർക്കും അങ്ങനെയാണോ എന്നുള്ളത് എനിക്കറിയത്തില്ല. എൻ്റെ ആസ്വാദനത്തിലുണ്ടായ കാര്യമാണ് ഞാൻ പറയുന്നത്. കാടിനുള്ളിലേക്ക് ബെൻസും ബെന്നി സാറും അതുപോലെ ജോർജ് സാറൊക്കെ കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാവും. ഈ ഉരുൾപൊട്ടൽ, അതായത് ഈ പുരക്കയത്തെ ഉരുൾപൊട്ടലിലേക്കാണ് സിനിമ ചെന്ന് നിൽക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ആ പ്രെഡിക്റ്റബിലിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു കാര്യം ചെയ്യാമായിരുന്നു. ഇത് എൻ്റെ ഓപ്ഷനാണ്. അതായത് സിനിമയുടെ ക്ലൈമാക്സിൽ ലാലേട്ടനെ പോലീസ് വാനിൽ കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട്. അത് നല്ല ഒരു ക്ലാസിക് ആയിട്ടുള്ളൊരു വിഷ്വലാണ്. ശരിക്കും ലാലേട്ടൻ്റെ ആ ഫേസൊക്കെ ഇങ്ങനെ ചുമൂടിയ ഒരു സംഭവമൊക്കെ ആയിട്ട് ശരിക്കും ഈ വിഷ്വല് സിനിമയുടെ വെരി ഫസ്റ്റ് സീക്വൻസിൽ കാണിക്കുമായിരുന്നെങ്കിൽ സിനിമയ്ക്ക് കുറച്ചുകൂടെ ഇമ്പാക്റ്റ് ആയേനെ. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, രണ്ട് കാരണമുണ്ട്. ഒന്ന്, ലാലേട്ടനെ എന്തിന് അറസ്റ്റ് ചെയ്തു, ഈ സിനിമയിൽ ലാലേട്ടനെ എന്തിന് അറസ്റ്റ് ചെയ്തു, എന്ത് കാരണത്താലാണ് ലാലേട്ടനെ പോലീസ് പിടിച്ചത് എന്നുള്ള ചോദ്യം വരും. അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള നുള്ള കീ പോയിന്റ്സും സിനിമയിൽ വന്നു പോകുന്നുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഗ്യാരേജിലെ പയ്യൻ്റെ മിസ്സിംഗ് കേസുമായിട്ട് ബന്ധപ്പെട്ട് കാറ് പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡി എടുക്കുന്നു. അത് ഒന്നാമത്തെ കാരണം. ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, ജോർജ് സാറ് പറയുന്ന ഒരു കള്ളക്കഥയിലെ പയ്യനെ കാണാതാവുന്ന ഒരു സീക്വൻസും ഉണ്ട്. അതിൻ്റെ പേരിൽ എടുത്തു എന്ന് പറയാം. ഇതൊക്കെ ആ സിനിമയിൽ വന്നു പോകുന്ന കീ പോയിന്റാണ്. സ്വന്തം മകനെ ലാലേട്ടൻ കൊന്നു എന്ന് പറയുന്ന ഒരു സീക്വൻസിൻ്റെ പേരിലും ലാലേട്ടനെ അറസ്റ്റ് ചെയ്താണെന്നുള്ള രീതിയിൽ പ്രേക്ഷകനെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. അത് ചെയ്തില്ല. പകരം പുരക്കയത്തെ ഉരുൾപൊട്ടൽ സീക്വൻസ് ആദ്യം ഇട്ടു. ഇനി ഈ ഉരുൾപൊട്ടൽ സീക്വൻസ് ആദ്യം ഇട്ടതിൻ്റെ ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയത്, ആ സീൻ ഒരു ഫ്രഷ് എലമെൻ്റ് ആണ് സിനിമയിൽ. ഒരിക്കലും ആ സിനിമയായിട്ട് ഒത്തുപോകുന്ന ഒരു സംഭവമല്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. ആ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവം ഉരുൾപൊട്ടൽ സംഭവമായിട്ട് തന്നെ നമുക്ക് സിനിമയിൽ കാണിക്കാമായിരുന്നു. അതായത് ഉരുൾപൊട്ടുന്ന രംഗം ഫസ്റ്റ് കാണിക്കാതെ ആ ഉരുൾപൊട്ടുന്ന സീക്വൻസ് ഒരു ഇൻ്റർവൽ സീക്വൻസിനോട് അടുത്ത് കാണിച്ചിരുന്നെങ്കിൽ അതൊരു ഫ്രഷ് എക്സ്പീരിയൻസ് ആയിട്ട് കാണിക്കാമായിരുന്നു. അങ്ങനെ ഒരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ബോഡി കിട്ടുന്ന കാര്യം അപ്പോൾ മാത്രമേ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുമാത്രമല്ല, ഉരുൾപൊട്ടലിൽ ലാലേട്ടൻ്റെ ക്യാരക്ടർ മരിക്കാൻ പോകുന്നില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് സിനിമയുടെ ഒരു ടെക്നിക്കാണ്. അതൊരിക്കലും നമ്മളെ പ്രേക്ഷകരെ ഒരിക്കലും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ലാലേട്ടൻ്റെ കഥാപാത്രം മരിക്കുന്നതായിട്ടൊന്നും നമുക്ക് ഇതിൽ കാണാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പായിരുന്നു.
അപ്പോൾ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജോർജ് സാറ് ബെൻസിന്റെ വീട്ടിൽ വന്ന് ബെൻസിന്റെ ഭാര്യയെയും മക്കളെയും ഉപദ്രവിക്കുമ്പോൾ ബെൻസ് ജോർജ് സാറിന്റെ വീട്ടിൽ വരുന്ന ഒരു സീനുണ്ട്. അത് ഇന്റർകട്ട് ചെയ്താണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ സീൻ കുറച്ചുകൂടെ മാസ് എലിവേറ്റ് ചെയ്യായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അതായത് ജോർജ് സാറ് ബെൻസിന്റെ വീട്ടിൽ നിന്ന് ബെൻസിന്റെ ഭാര്യയും മക്കളെയും ഉപദ്രവിക്കുമ്പോൾ ബെൻസ് ജോർജ് സാറിന്റെ വീട്ടിൽ കക്കാൻ കയറുന്ന പോലെയാണ് ശരിക്കും സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷേ അതിന് പകരം ഫോണിലൂടെ ജോർജ് സാറിന്റെ മകൾ വിളിക്കുന്ന ഒരു രംഗമാണ് എങ്കിൽ അതിനുശേഷം ജോർജ് സാറ് ആ ഫോൺ വിളി മകളുടെ കരച്ചിൽ കേട്ട് പതറി നിൽക്കുമ്പോൾ ആ ഫോൺ ലാലേട്ടൻ കയ്യിലെടുത്ത് മേടിക്കുന്ന ഒരു സീനുമാണെങ്കിൽ ആ സീനൊരു മാസ് എലമെൻ്റ് കൊടുത്താണ്. കാരണം ആ ഫോൺ മേടിക്കുന്ന ഒരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തിയേറ്ററിൽ ഉണ്ടാക്കുന്ന ഒരു ഓറ എന്തോരം ഉണ്ടെന്ന്. ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു വീക്ഷണത്തിൽ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും